എന്താണ് സെൻസർ ബോർഡ് ഇങ്ങനെ പെരുമാറുന്നത്? സെൻസർ ബോർഡ് പെരുമാറുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ മെസ്സേജാണ് അവരുടെ പ്രശ്നം. ഈ സിനിമ ഇപ്പോൾ ഈ സമീപകാലത്ത് ഇറങ്ങുന്ന സിനിമകളൊക്കെ ഏതൊക്കെ രീതിയിലുള്ള വയലൻസുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന സിനിമകളുണ്ട്, ന്യൂഡിറ്റി കാണിക്കുന്ന സിനിമകളുണ്ട്, വയലൻസ് മാത്രം കാണിക്കുന്ന സിനിമകളുണ്ട്. എല്ലാ രീതിയിലുള്ള സിനിമകൾ ഇറങ്ങട്ടെ. പക്ഷെ നമ്മളെ സിനിമ ഒരു ഒരു വീട്ടിലെ കുട്ടിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുമിച്ച് പോയിരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. അതായത് നാളെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കുള്ളൊരു മെസ്സേജാണ് ഈ സിനിമ. ഇപ്പോൾ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, ഒരു സ്നേഹിക്കുന്നവർക്കുള്ള കറക്റ്റ് ഒരു മെസ്സേജായിരുന്നു ഈ സിനിമ. അപ്പോൾ ആ മെസ്സേജ് നാളെ ഒരു വിഭാഗത്തിന് പ്രശ്നമാണ്. കാരണം ഇവിടെ ഒരു വർഗീയത നിലനിന്നാൽ ജീവിച്ചു പോകുന്ന കുറേ വിഭാഗങ്ങളുണ്ട്. ഒരു വർഗീയത മാത്രം നിലനിർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയം മുതലെടുക്കുന്നവരുണ്ട്. വർഗീയത നിലനിർത്തി രാഷ്ട്രം ഭരിക്കുന്നവരുണ്ട്. ഇന്ത്യയുടെ കാര്യമല്ല പറഞ്ഞത്. വർഗീയത മാത്രം നിലനിർത്തിയിട്ട് പല കാര്യങ്ങളും നേടുന്നവരുണ്ട്. അപ്പോൾ നാളത്തെ തലമുറയ്ക്ക് എൻ്റെ ഒരു സിനിമ കൊണ്ട് വർഗീയത ഇവിടെ ഇല്ലാതാവുന്നല്ല പറഞ്ഞത്. നാളത്തെ കുറേ യുവാക്കളും യുവതികളും പ്രണയത്തിൽ ഈ വർഗീയത മാറ്റി നിർത്തപ്പെടും, മതം മാറ്റി നിർത്തപ്പെടും. ഒരു മതത്തിന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല.